സംസ്ഥാന പോലീസ് മേധാവിയായി റവാഡ ചന്ദ്രശേഖറിനെ നിയമിച്ചതിനെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ന്യായീകരിച്ചു. പുതിയ DGP നിയമനത്തിൽ CPM സർക്കാരിനൊപ്പമാണെന്നും അദ്ദേഹം പറഞ്ഞു. കൂത്തുപറമ്പ് വെടിവെപ്പ് കേസിൽ റവാഡയെ കോടതി തന്നെ കുറ്റവിമുക്തനാക്കിയതാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അത് പിന്നീട് കോടതി പരിശോധിച്ചപ്പോൾ ഇദ്ദേഹത്തെ ചേർക്കുന്നതിൽ കാര്യമില്ല എന്ന് കോടതി തന്നെ കണ്ടു, ഒഴിവാക്കി. അതാണ്ടായ സംഭവം. ആക്ഷേപം എല്ലാവരും അത് സംബന്ധിച്ച് പിന്നീടല്ലേ കൃത്യമായ കോടതിയല്ലേ അതിൻ്റെ മേലെ കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നത്. ആ തീരുമാനം വരുമ്പോഴേക്ക് ഇവരൊന്നുമില്ല. അത്രയേ ഉള്ളൂ കാര്യം. വിജയരാജനുണ്ടായിരുന്നു. മുറിവൊന്നും അല്ലല്ലോ ഞാൻ പറയുന്നത്. ഇപ്പോൾ നിയമനത്തെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ അത് വെടിവെപ്പിൻ്റെ ഭാഗമായിട്ട് പ്രതിചേർക്കുന്ന തരത്തിൽ പാടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണല്ലോ ചോദ്യം. അത് ഒഴിവാക്കപ്പെട്ട പശ്ചാത്തലത്തിൽ ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അത്രയേ ഉള്ളൂ. ഞങ്ങൾക്ക് പ്രത്യേക താല്പര്യമോ പ്രത്യേകമായ എന്തെങ്കിലും ഒരു കാര്യമോ പറയേണ്ടിയില്ല. പാർട്ടി പ്രവർത്തകരുടെ വികാരം ഇളക്കിവിടാൻ ശ്രമിക്കുന്നത് മാധ്യമങ്ങളാണെന്നും P. ജയരാജൻ എതിർപ്പല്ല പറഞ്ഞതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അതേസമയം കൂത്തുപറമ്പ് വെടിവയ്പിലെ പ്രതിയായിരുന്നു റവാഡ ചന്ദ്രശേഖർ എന്നും പുതിയ DGPയെ തീരുമാനിച്ചത് സർക്കാർ തീരുമാനമാണെന്നുമായിരുന്നു CPM നേതാവ് P. ജയരാജൻ പറഞ്ഞത്. യോഗേഷ് ഗുപ്തയെ നിയമിക്കാത്തതെന്തെന്ന് സർക്കാരിനോട് ചോദിക്കണമെന്നും ജയരാജൻ പറഞ്ഞു. അതേസമയം മന്ത്രിയെ രക്ഷിക്കാനാണ് കൂത്തുപറമ്പിൽ വെടിവയ്പുണ്ടായതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും പറഞ്ഞു. DGP നിയമനം അതിന്റെ നടപടിക്കനുസരിച്ച് പോകുമെന്നായിരുന്നു സതീശൻ പറഞ്ഞത്. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള 100% വിജയചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ITI. സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് 4.5 പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം. കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് NCVT സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ITI. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ, KGCE ഈവനിംഗ് ബാച്ചുകൾ, 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, 50% ഫീസ് ഇളവോട് കൂടിയ സ്കോളർഷിപ്പുകൾ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മോഡേൺ ITI, ഓപ്പോസിറ്റ് ചേംബർ ഹാൾ, കാൽടെക്സ്, കണ്ണൂർ.